ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ഞാൻ നമ്മുടെ ജയറാമിൻ്റെയും നന്ദിനിയുടെയും കാര്യമാണ് പറയുന്നതെന്ന് കൈമൾ പറയുമ്പോൾ ദേഷ്യത്തോടെ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, അതൊന്നും ഇനി ഒരിക്കലും നടക്കാനേ പോകുന്നില്ല. നന്ദിനി എൻ്റെ മകളാണ്. പക്ഷേ ആ ജയറാമിനായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. കൈമളേട്ടൻ മകനെ സ്നേഹിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവൻ്റെ മധ്യസ്ഥത ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട. ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന പൂജയല്ലാതെ മറ്റൊന്നും എൻ്റെ മനസ്സിലില്ലെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ നന്ദിനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിരുന്നു. പഴയ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു കളഞ്ഞതാ. ഇനി ആ ഒരു ജീവിതത്തിനോട് എനിക്ക് താല്പര്യമില്ല. മീനാക്ഷിയുടെ ഭാവിയെക്കുറിച്ചല്ലാതെ ഞാനിപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. പിന്നെ അമ്മേ, നാളത്തെ പൂജയുടെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അമ്മയൊന്ന് എൻ്റെ ഒപ്പം വരാൻ പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അമ്മയെ കൂട്ടിക്കൊണ്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വൈശാഖ് ഇല്ലാത്ത സമയത്ത് സ്വാമിനാഥൻ മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. എന്താണെങ്കിലും അവൻ ഇവിടെ ഇല്ലെന്ന് ഉറപ്പാണ്. ഞാൻ ഒറ്റയ്ക്ക് കയറി ചെല്ലുമ്പോഴുള്ള അവളുടെ റിയാക്ഷൻ എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് ബെല്ലടിക്കുകയാണ് സ്വാമിനാഥൻ. അതേസമയം മൈഥിലി പുറത്തേക്ക് വരുന്നു. സ്വാമിനാഥനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി. അല്ല, വൈശാഖ് ഇവിടെ ഇല്ലേ എന്ന് സ്വാമിനാഥൻ ചോദിക്കുമ്പോൾ ഇല്ല, പുറത്തു പോയിരിക്കുകയാണെന്ന് മൈഥിലി പറയുന്നു. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. വൈശാഖ് ഇവിടെ ഉണ്ടെന്ന് കരുതിയാ ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിനാഥൻ തിരിച്ചിറങ്ങുകയാണ്. പോകുന്ന വഴി സ്വാമിനാഥൻ പറയുകയാണ്, അവളെന്നെ തിരിച്ചു വിളിക്കുന്നില്ലല്ലോ. എന്താണെങ്കിലും ഞാൻ തന്നെ തിരിച്ചു ചെല്ലാം. അത്രയും പറഞ്ഞുകൊണ്ട് സ്വാമിനാഥൻ മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അല്ല, വൈശാഖ് എവിടെ പോയതാ? അത് പിന്നെ കടയിലേക്ക്. ഉടനെ വരുമോ എന്ന് സ്വാമിനാഥൻ ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് മൈഥിലി പറയുന്നു. എന്താണെങ്കിലും ഞാൻ വന്നതല്ലേ, ഒരു 2 മിനിറ്റ് കാത്തിരിക്കാം, എന്നിട്ട് പോകാം. ഇത് കേൾക്കുന്ന മൈഥിലി ഭയത്തോടെ സ്വാമിനാഥനെ നോക്കുകയാണ്. എന്താ എന്നെ അകത്തേക്ക് ക്ഷണിക്കാത്തതെന്ന് സ്വാമിനാഥൻ ചോദിക്കുമ്പോൾ അകത്തേക്ക് വരാൻ മൈഥിലി പറയുന്നു. അങ്ങനെ അകത്തേക്ക് കയറിയിരുന്നതിന് ശേഷം സ്വാമിനാഥൻ ചോദിക്കുകയാണ്, എന്താ മൈഥിലി കുട്ടിക്ക് ഒരു ക്ഷീണം പോലെ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ അടുത്തേക്ക് ജോലിക്ക് വരുന്നതിനെക്കുറിച്ച് ആലോചിച്ചായിരുന്നു. എന്തെങ്കിലും തീരുമാനമെടുത്തോ? തുടർന്ന് ഒരു കവറെടുത്ത് മൈഥിലിക്ക് നേരെ നീട്ടുകയാണ് സ്വാമിനാഥൻ. ഇതെന്താണെന്ന് മൈഥിലി ചോദിക്കുമ്പോൾ ആദ്യം മേടിക്കാൻ പറഞ്ഞ് സ്വാമിനാഥൻ മൈഥിലിക്ക് കൊടുക്കുന്നു. ഇതേ 1 മാസത്തെ സാലറിയുടെ അഡ്വാൻസ് ആണ്. ഇതെന്താണെങ്കിലും ചിലവിനിരിക്കട്ടെ, തിരിച്ചു തരാനൊന്നും നോക്കണ്ടെന്നും സ്വാമിനാഥൻ പറയുന്നു. അതേസമയം വൈശാഖ് അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ അനിയ, ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ എവിടെ പോയതാ എന്നൊക്കെ സ്വാമിനാഥൻ ചോദിക്കുമ്പോൾ അത് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയതാണെന്ന് വൈശാഖ് പറയുന്നു. തുടർന്ന് മൈഥിലിയുടെ മുഖം കണ്ടിട്ട് വൈശാഖ് ചോദിക്കുകയാണ്, അല്ല എന്തുപറ്റി, ഇവിടെ എന്തെങ്കിലും വിഷയമുണ്ടായോ? അല്ല, ഞാനിവിടെ വന്നപ്പോൾ അനിയൻ ഇവിടെ ഇല്ലായിരുന്നു. പിന്നതേ 1 മാസത്തെ സാലറിയുടെ അഡ്വാൻസ് മൈഥിലിയുടെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുക, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സ്വാമിനാഥൻ അവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് വൈശാഖ്. തുടർന്ന് മൈഥിലി പറയുകയാണ്, ഡാ വൈശാഖേ, ഞാൻ അയാളുടെ ഒപ്പം ജോലിക്ക് പോകാമെന്നൊന്നും സമ്മതിച്ചിട്ടില്ലല്ലോ. പിന്നെ ഈ അഡ്വാൻസ് തുക എൻ്റെ മേൽ അടിച്ചമർത്തുന്നത് എന്തിനാ? എടി, അത് അയാളുടെ സന്മനസ്സാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അയാൾ നമുക്ക് പണം തന്നു, അത്ര തന്നെ. സന്മനസ്, അയാളുടെ നോട്ടമേ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് മൈഥിലി പറയുമ്പോൾ അതൊക്കെ നിന്റെ തോന്നലാണെന്നും നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നും വൈശാഖ് പറയുന്നു. അയാളുടെ മനസ്സിൽ എന്തോ ഉണ്ട്, അതാ വൈശാഖ് ഇല്ലാത്ത സമയം നോക്കി അയാൾ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് മൈഥിലി മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. വിളക്കുകളെല്ലാം തുടച്ച് വൃത്തിയാക്കുകയാണ് നന്ദിനി. അതേസമയം മാലതി അങ്ങോട്ടേക്ക് വരികയാണ്. മാലതി, നിനക്കിതിനൊക്കെ സഹായിച്ചൂടെ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ ഇതൊക്കെ ഏട്ടത്തിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് മാലതി പറയുന്നു. അതേസമയം ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി. അതേസമയം ജോത്സ്യൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ ജോത്സ്യനെ, എന്തു പറ്റിയെന്ന് ലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ ഒരു കാര്യമുണ്ടെന്നും അത് പറയാൻ വന്നതാണെന്നും ജോത്സ്യൻ പറയുന്നു. അതേസമയം മീനാക്ഷി കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. കുടുംബത്തിലെ എല്ലാവരും അറിയേണ്ട വിഷയമാണിതെന്ന് ജോത്സ്യൻ പറയുമ്പോൾ നന്ദിനി സാവിത്രിയോട് രാമഭദ്രനെയും കാർത്തിയെയും വിളിക്കാൻ പറയുന്നു. തുടർന്ന് ജോത്സ്യൻ പറയുകയാണ്, നടക്കാനിരിക്കുന്ന ഉമാമഹേശ്വര പൂജയ്ക്ക് രാശി നോക്കിയപ്പോൾ ചില തടസ്സങ്ങളൊക്കെ കണ്ടു. കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജ നടത്താതെ ഇവിടെ പൂജ നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. ചെമ്പകമംഗലം തറവാട്ടിൽ നിന്ന് 1-2 പേര് ചേർന്ന് കുടുംബക്ഷേത്രത്തിൽ പൂജ നടത്തണം. ഇത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജയായതുകൊണ്ട് കാർത്തിക്കും മീനാക്ഷിയും ചേർന്ന് വേണം പൂജ ചെയ്യാൻ. ഇതിപ്പോ അമ്മയും അച്ഛനും കൂടി പോയി കുടുംബക്ഷേത്രത്തിൽ പൂജ ചെയ്താൽ പോരെയെന്ന് നന്ദിനി ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ടെന്നും ഞാനും രാമേട്ടനും കൂടി പോയിക്കോളാമെന്നും സാവിത്രി പറയുന്നു. തുടർന്ന് ഇതിന്റെ പേരിൽ വഴക്കാകുമ്പോൾ ജോത്സ്യൻ പറയുകയാണ്, ഞാനൊരു കാര്യം പറയാം, നമുക്ക് നറുക്കിട്ടെടുക്കാം, ഒരു രഹസ്യ നറുക്കെടുപ്പ്.
അതിൽ ആരുടെ പേരാണോ വരുന്നത് അവർ പോയി പൂജ ചെയ്താൽ മതി. എന്താണെങ്കിലും പ്രാർത്ഥനയ്ക്ക് ശേഷം നറുക്കെടുപ്പെടുക്കാം എന്നൊക്കെ തിരുമേനി പറയുന്നു. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ജഗദീഷ് ജയറാമിനെയും കൂട്ടിക്കൊണ്ടുവരുമ്പോൾ കൈമൾ പറയുകയാണ്, മോനെ, ജഗദീശ് നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ, നറുക്കെടുപ്പിൽ നീയും പങ്കെടുക്കണം. തുടർന്ന് ജയറാമിന്റെ പേരെഴുതി ഇടാനൊരുങ്ങുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, അതെ, തറവാട്ടിലുള്ളവരാ ഇതിലൊക്കെ പങ്കെടുക്കേണ്ടത്, അല്ലാതെ ജയിൽ പുള്ളികളല്ല. രാജലക്ഷ്മി, ജയറാമൻ ഈ വീട്ടിലെ മൂത്ത മകനാണെന്ന് കൈമൾ പറയുമ്പോൾ ഇവൻ എൻ്റെ മകനല്ലെന്ന് രാജലക്ഷ്മി അമ്മ ദേഷ്യത്തോടെ പറയുകയാണ്. തുടർന്ന് ജയറാമിന്റെ പേരെഴുതിയ ചീട്ട് വാങ്ങി വലിച്ചു കീറി ദൂരേക്കെറിയുകയാണ് രാജലക്ഷ്മി. ഞാൻ എവിടെയെങ്കിലും പോയി തൂങ്ങി മരിച്ചോളാം, അങ്ങനെയെങ്കിലും അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം കെട്ടടങ്ങട്ടെ എന്ന് പറഞ്ഞ് ജയറാമൻ അവിടെ നിന്ന് പോകുന്നു. ആരെങ്കിലും പേരെഴുതിയിടാനുണ്ടോ എന്ന് ജോത്സ്യൻ ചോദിക്കുമ്പോൾ ഞാൻ പേരെഴുതിയിട്ടിട്ടില്ലെന്ന് മീനാക്ഷി പറയുന്നു. അങ്ങനെ മീനാക്ഷി ഒരു പേപ്പറിൽ ജയറാം നന്ദിനി എന്നെഴുതി നറുക്കെടുപ്പിന് നൽകുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.